എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെയാണ് ഞാൻ എൻ്റെ എനർജിയെ ബാലൻസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാം. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സമയത്ത് അവരൊരു ലോങ് ലിസ്റ്റും കൊണ്ടാണ് വരും. ഒരു ലോങ് ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റത് ചെയ്യണം. പക്ഷേ ആക്ച്വലി നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഫുള്ള് ടിക്ക് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ ടൈം മാനേജ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രയോറിറ്റൈസ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ഫാമിലീൻ്റെ വെൽനെസ്സാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ മേ ബി അവർക്ക് വേണ്ട മീല് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരിക്കും, അവരോടൊപ്പം സംസാരിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാവാം, ഇമോഷണൽ ബോണ്ടിങ്ങിനായിട്ടുള്ളൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതാവാം. പക്ഷേ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 80% റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് 20% റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്കിനി ചൂസ് ചെയ്യാം 80% റിസൾട്ടുള്ള 20% വർക്കുകളിലേക്ക് ഫോക്കസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അത് നിങ്ങളുടെ കയ്യിലാണ്.